അർജുൻ ദേവാങ്കി എവർഗ്രീൻ ഹിറ്റ് സോങ്, അടിപൊളി സെലക്ഷൻ, സൂപ്പർ. എന്ത് തോന്നി പാടിയിട്ട്? നീ ആദ്യം പറ. എന്താ കുഴപ്പമുണ്ടായിരുന്നപ്പോ? പാടി. ഓക്കെ, എന്തായാലും നമുക്ക് ചോദിക്കാം. ഷാനിക്ക മക്കളെ എന്തോ കൊള്ളായിരുന്നു. ഇതിലിപ്പോ ആരാണ് ഒരു പൊടിക്ക് മുന്നോട്ട് നിൽക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടുപേരും തുല്യതയിലാണ് മുന്നോട്ട് പോയതെന്ന് വേണം പറയാൻ. എനിവേസ്, അനുപല്ലവിയും ചരണവും ഫസ്റ്റ് വെൺമതികല ചൂടും എന്ന് പറയുന്ന ആ പ്ലാൻ ഇല്ലടാ, അത് ഭയങ്കര അറ്റാക്ക് കേട്ടോ. അതിന് എത്ര അറ്റാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് കുറച്ചുകൂടെ എക്സ്പ്രഷൻസ് ആവാമെന്ന് എനിക്ക് തോന്നി, രണ്ടുപേർക്കും തോന്നി. ഏകൻ ഞാനിപ്പോൾ പറയുന്നു, നിങ്ങൾ രണ്ടുപേരിലും ഒരു പൊടിക്ക് മുന്നിൽ എനിക്ക് നിൽക്കുന്നത് ദേവാങ്കിയാണ് കേട്ടോ. അർജുൻ കുറച്ച് ഇത്രയും ഓപ്പൺനെസ് ഈ സോങ്ങിന് വേണമെന്നുള്ളതല്ല, ഭയങ്കര ഓപ്പണായിരുന്നു. കുറച്ചൊന്ന് ഒരു കൺട്രോൾ ചെയ്ത് അതിൻ്റെ ഡൈനാമിക്സ് ഒക്കെ കൊടുത്തിട്ട് പാടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ ഈ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും ഫസ്റ്റ് ലൈൻ ആണ് പ്രശ്നക്കാരൻ. ഒന്ന് പാടോടാ. അത് ക്ലിയർ ആവുന്നില്ല. ഒരു പൊടിക്ക് എനിക്ക് ദേവാംഗിയുടെയാണ് കുറച്ചുകൂടെ ഫീൽ വൈസ് നോക്കുകയാണെങ്കിൽ ദേവാംഗിയുടെ കുറച്ചുകൂടെ എക്സ്പ്രഷൻസ് എനിക്ക് വർക്കായി.
അപ്പം ഇത്രേ ഉള്ളൂ മക്കളെ. ഇറ്റ് വാസ് ഗുഡ്. ഇനി എത്ര ഉണ്ട്? പിന്നെ ഓരോരുത്തർക്ക് എത്ര പാട്ടുകളുണ്ട് ഇനി? ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ രണ്ടുപേരും അടിച്ച് പൊളിച്ച് പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. മോളെ ദൂതും പേറി ഒന്ന് പാടാമോ കൃത്യമായിട്ട്? അത് കൈവിട്ട് പോയി മോക്ക്. ആ ദൂതും പേറി നീങ്ങും മേഘം അത് അതിന് കുറച്ചും കൂടെ സുഖമാവാം മോളെ. ഇത് ഒരു സിന്തറ്റിക് ഫീലാണ് മോള് പാടുമ്പോൾ. അതിന് കുറച്ചും കൂടെ ആ ബൃഹായിക്കാണെങ്കിൽ അതിനൊരു സുഖം കിട്ടട്ടെ. ദൂതും പേറി നീങ്ങും മേഘം. ഞാൻ അതിനാ പറഞ്ഞ, അതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി കിടപ്പുണ്ട് ഇവിടെ. നീങ്ങും മേഘം നീങ്ങും മേഘം. അത് ശരിയാക്കുമ്പോൾ അത് ചിലപ്പോൾ ഓവർ പ്രാക്ടീസ് ചെയ്തിട്ടാവാം കുഞ്ഞിൻ്റെ തൊണ്ട കേട്ടോ. അതുപോലെ ഞങ്ങളെ ആ ഹംസങ്ങൾ അതൊന്ന് കൃത്യമാക്കാമോ? ഹംസങ്ങൾ ആ പാടുന്ന പ്രീവിയസ് ലൈൻ പാടി വാ. അതിന്റെ മുമ്പിലുള്ള ഏതാണ്? അത് മോളാണോ പാടുന്നത്? മണ്ണിനേകും ഏതോ കാവ്യം. മക്കളപ്പോൾ അത് പാടിക്കൊടുത്തേ. ആ അണ്ണനൊന്ന് പാടട്ടെ. മണ്ണിനേകും ഏതോ കാവ്യം ഹംസങ്ങൾ. ഇപ്പോഴും ആ ഹംസം ശരിയല്ലെന്ന് മക്കൾക്ക് അറിയാമല്ലോ. മോന് മുകളിൽ പാടുമ്പോൾ ഒരു സ്ട്രെയിൻ ഉണ്ടടാ. എനിക്ക് ഇതിന്റെ ശബ്ദം മാറുന്ന സമയമാണ് ഇത്. ആണ് അതുകൊണ്ടാണ് നിനക്കത്. അതുകൊണ്ടാണ് മോനെ ഈ അതുപോലെ മോന് വരാത്തത്. അവിടെ കിടന്ന് തപ്പി പിടിക്കുന്നത്. അത് കുഴപ്പമില്ലടാ കേട്ടോ, അതൊരു ഇഷ്യൂ അല്ല. പക്ഷേ ശരിയായിക്കൊള്ളു. നീ അവിടെ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മോനെ. അതാണ് ഷാൻ പറഞ്ഞത്. അത് അത്ര നീ വെണ്ണല പോലും എന്ന് പറയുമ്പോൾ ആ ഫീൽ അങ്ങ് പോകും. മോന് ശബ്ദം ഇല്ലാത്തതുകൊണ്ട് നീ കിടന്ന് പാടുന്നതെന്ന് അറിയാം. എന്നാലും അത് മോന് ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കും മകളെ. അതുപോലെ ചക്കര നീ അടുത്തത് പൂഞ്ചിറകുകൾ, അത് മോളല്ലേ പാടിയത്. അത് മഹാ ഫ്ലാറ്റായിരുന്നു കുഞ്ഞെ കേട്ടോ. അത് ശരിയായിക്കോട്ടെ. കാര്യം നിങ്ങൾ അവിടെ നിൽക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെയുള്ള ഒരു കണക്റ്റ് ഇല്ലേ. നിങ്ങൾ ഒരാൾ പാടി വിട്ടിട്ട് അടുത്ത ആൾ എടുക്കുമ്പോൾ അത് പെർഫെക്റ്റ് ശ്രുതിയിൽ അങ്ങോട്ട് വരുമ്പോൾ എന്ത് സുഖമാണ് കേട്ടോ. അല്ല തല്ലു പിടിക്കരുത് ശ്രുതിയുടെ കാര്യത്തിൽ. അറിയാതെ സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും. എന്തിനാ അത്രയാകും? ജസ്റ്റ് വിട്ടാ മതി അങ്ങോട്ട്. ആ മതി അമൃത സരസിൻ കരയിൽ. അമൃത സരസിൻ കരയിൽ എന്നുള്ളത് അമൃത സരസിൻ കരയിൽ. അമൃത സരസിൻ കരയിൽ. അത് മോളെ വാക്ക് വൃത്തിയായിട്ട് കേൾക്കട്ടെ. അമൃത സരസിൻ കരയിൽ. അമൃത സരസിൻ കരയിൽ. ഒരു സംശയവും കേൾക്കുന്ന ആൾക്ക് തോന്നരുത്. അത് എഴുതിയെടുക്കാൻ പറ്റണം കേട്ടോ. അമൃത സരസിൻ കരയിൽ. ഗുഡ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. ചേച്ചി ദേവാംഗി ആൻഡ് അർജുൻ വളരെ ഒരു എന്താ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സീക്വൻസ് ആയിരുന്നു കേട്ടോ. അത് ഈ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ആക്ഷനും അതൊക്കെ അടിപൊളിയായിരുന്നു. അർജുന് ഡെഫിനറ്റ്ലി ഈ വോയിസ് ഈ മാറുന്ന ഒരു ശബ്ദം ഒന്ന് മാറുന്ന ഒരു ഈ ട്രാൻസിഷൻ പീരീഡാണ്. അപ്പോൾ ചിലപ്പോൾ ഒച്ച കൂട്ടിയാൽ തന്നെ നമുക്ക് ശബ്ദം കിട്ടും. അങ്ങനെയല്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പോട്ടെ, ഐ മീൻ ഇറ്റ്സ് ദർ ഇസ് ഓൺലി സോ മച്ച് യു ക്യാൻ ഡു അല്ലേ. സോ ആൻഡ് യു ആർ ട്രൈങ് ടു ഡു യുവർ ബെസ്റ്റ്. അപ്പോൾ ശ്രമിക്കണേ. ബട്ട് ഒരുപാട് പാടണ്ട ഈ സമയത്തിൽ. കൂടുതൽ മെൻ്റൽ പ്രാക്ടീസ് ചെയ്യാം. കുറച്ച് മെൻ്റൽ പ്രാക്ടീസ് എന്ന് വെച്ചാൽ ആ പാട്ടിന് നമ്മൾ അങ്ങനെ മൈൻഡിൽ അങ്ങനെ യു ക്യാൻ കീപ്പ് ഓൺ സിംഗിങ് ദ സോങ്. ഇവിടെ പാടിയാൽ പിന്നെ ത്രോട്ട് ഒന്ന് അപ്സെറ്റ് ആവും. ഒരു 2-3 പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്തിട്ട് ഹെഡിൽ അങ്ങനെ ഒരു പാടിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, ഡു മോർ മെൻ്റൽ പ്രാക്ടീസ്, ഇറ്റ് മൈറ്റ് ഹെൽപ്പ്. കൂടുതൽ ഞാൻ പറയുന്നില്ല. ദേവാംഗി എന്താ പറയുക, ചില സ്ഥലങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു നല്ല എക്സ്പ്രസീവ് വോയിസ് ആണ് കേട്ടോ. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഡുവറ്റ് പാടുന്നത് എപ്പോഴും ട്രിക്കിയാണ്. രണ്ടുപേരും ഇപ്പോൾ ആർക്കെങ്കിലും ഒന്ന് ശ്രുതി ഒന്ന് കുറഞ്ഞു പോയാലോ, അപ്പോൾ നമ്മൾ അത് കേൾക്കുമ്പോൾ നെക്സ്റ്റ് ലൈൻ നമുക്ക് പെട്ടെന്ന് വരുന്നതല്ലേ. അപ്പോൾ അവരൊന്ന് കുറഞ്ഞാൽ നമ്മൾ ഒന്ന് അത് കറക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്കില്ല് വേണം. ഇപ്പോൾ ലൈവിൽ നമ്മൾ പാടുമ്പോൾ ചിലപ്പോൾ വലിയ പ്ലേ ബാക്ക് സിംഗേഴ്സ് പാടും, ചിലപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു സിംഗേഴ്സ് പാടും. അപ്പോൾ അവരുടെ ശ്രുതി ഒന്ന് ചിലപ്പോൾ ആ ലൈൻ പാടി വിടുമ്പം കുറച്ചൊന്ന് ഫ്ലാറ്റാവും അല്ലെങ്കിൽ ഷാർപ്പാവും. പക്ഷെ അതനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് പാടണം അല്ലേ. അതാണ് ഡ്യുവറ്റ് പാടുമ്പം വളരെ ഡിഫിക്കൾട്ട്.
ആരെങ്കിലും ഒരു ആള് തെറ്റിയാൽ നമുക്ക് പിന്നെ കുറച്ച് കൺഫ്യൂഷൻ വരും പാടുന്നതിൽ. പക്ഷെ അത് കൺഫ്യൂഷൻ വരാതെ പാടുന്നതാണ് ഈ ഡുവറ്റ് പ്രാക്ടീസ്, പാടുന്ന പ്രാക്ടീസ്. എന്നാലും ദേവാംഗി, യു ട്രൈ ടു ഡു യുവർ ബെസ്റ്റ് അഗൈൻ. പക്ഷേ ഈ ശ്രുതിൻ്റെ കാര്യം ഡെഫിനറ്റ്ലി യു ഹാവ് ടു വർക്ക് ലിറ്റിൽ ബിറ്റ് മോർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ആദ്യം അർജുൻ്റെ. ശരത് സാർ. മക്കളെ അർജുനെ എന്തോ 8 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക 8. താങ്ക് യു സർ. ടോട്ടൽ 60. ഓക്കെ, ഇനി ദേവാംഗിയുടെ. ശരത് സാർ. ദേവാംഗിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. 8. വല്ലാത്ത വ്യത്യാസമായി പോയി. ഓക്കെ, ഷാനിക്ക. ദേവാംഗിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. 8.1. താങ്ക് യു സർ. സോ 16.1. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്, അത് അടിപൊളിയാക്കാം. ഓക്കെ.